നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ലക്ഷ്മി അമ്മയ്ക്ക് ബോധം വീഴുവാണ്. ഈ സമയത്ത് മയൂരി കയറി ലക്ഷ്മി അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ മയൂരിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് മയൂരി ലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എന്തിനമ്മ അമ്മ ഇത് എന്തിനമ്മ ചെയ്തതെന്നൊക്കെ ചോദിച്ചോണ്ട് ആ സമയം ലക്ഷ്മി അമ്മയുടെ കണ്ണു നിറഞ്ഞൊഴുകിയതല്ലാതെ ലക്ഷ്മി അമ്മ ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും മയൂരി പറഞ്ഞു, എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല. അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ആരായിരുന്നു ഉണ്ടായിരുന്നേ? എനിക്ക് ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, സേതു എന്ന് ചോദിക്കുകയാണ്. സേതുവേട്ടൻ പുറത്തുണ്ട്. സേതുവേട്ടനും പല്ലവി ചേച്ചി കൃത്യസമയത്ത് തന്നെ അമ്മ ഇവിടെ എത്തിച്ചതെന്ന് പറയണം. ഒരുപക്ഷെ അവരില്ലായിരുന്നെങ്കിൽ അമ്മ ഇന്ന് ജീവനോടെ ഇവിടെ കാണില്ലായിരുന്നു പറയണം. ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, മയൂരിയോട് പറഞ്ഞു, അതെ മോള് പോയിക്കോ. കാരണം ലക്ഷ്മിയമ്മയ്ക്ക് ടെൻഷനാ, നീ ഇതിന്റെ പേരിൽ മയൂരിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. മയൂരി പറഞ്ഞു, എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. പപ്പയോട് ഞാൻ കാര്യമായിട്ട് പോയി പറയും. എനിക്ക് എൻ്റെ അമ്മയെ വേണം. എനിക്ക് എൻ്റെ അമ്മയെ ഇല്ലാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളിനി ഇവിടെ ഇരിക്കണ്ട, പോയിക്കോളാൻ പറയണം. ഇടർന്ന ശബ്ദത്തോടെ പറയണേ, ഞാൻ കാരണം മോളുടെ ജീവിതം ഒരിക്കലും നശിക്കാനായിട്ട് പാടില്ല. അറിയാലോ, എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇവിടെ സേതു ഉണ്ടെന്നല്ലേ പറഞ്ഞേ. സേതു എന്നെ നോക്കിക്കോളും, മോള് പോയിക്കോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും മയൂരി പുറത്തേക്ക് ഇറങ്ങി. മയൂരിയുടെ കണ്ണൊക്കെ കരഞ്ഞു കളിങ്ങിട്ടുണ്ടായിരുന്നു. പിന്നീട് പല്ലവി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, സേതു എന്നെ കൂട്ടിയാ കൊണ്ടുവിടാന്ന് പറയണം. അപ്പോഴേക്കും മയൂരി പറഞ്ഞു, വേണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാന്ന് പറയണേ. ഇവിടെ ആള് വേണ്ടേ? സേതു എണ്ണും പല്ലവി ചേച്ചി ഇവിടെ നിന്നോ, ഞാൻ തനിച്ചു പോയിക്കോളാം. അല്ല, ഇനി ചെന്നിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ അമ്മയുടെ ആരോഗ്യമാണ് എനിക്കിപ്പോൾ പ്രധാനം. പിന്നീട് സേതുവിനെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയെ നോക്കിക്കോണം. എൻ്റെ അമ്മയെ ഞാൻ സേതുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോന്നേ. രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ പോണേന്ന് പറയാണ്. പല്ലവി പറഞ്ഞ്, ധൈര്യമായിട്ട് പോയിക്കോ. സേതുവേട്ടനും ഞാനൊക്കെ ഇല്ലേ, ഞങ്ങൾ നല്ല പൊന്നു പോലെ നോക്കിക്കോളാം. ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മയൂരിയെ പറഞ്ഞു വിട്ടതിന് ശേഷം സേതു പല്ലവിയോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാരണം എന്ന് പോലും എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അമ്മ ഇങ്ങനെ ചെയ്യാനുള്ളേ. ആ സമയം പല്ലവി പറഞ്ഞ്, എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും. ഇപ്പോഴെന്താണല്ലോ അതിനെക്കുറിച്ചൊന്ന് സേതുവേട്ടന് അമ്മയോട് സംസാരിക്കാനൊന്നും പോണ്ട. അറിയാലോ, അമ്മയ്ക്ക് ബോധം വീണെന്നല്ലേ പറഞ്ഞേ. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും സേതു പല്ലവിയും കൂടെ ലക്ഷ്മിയമ്മയെ കാണാൻ കയറി. ആ സമയത്ത് ലക്ഷ്മിയമ്മ പതുക്കെ മയങ്ങുമായിരുന്നു. അങ്ങനെ ചെന്നിട്ട് സേതു കൈയെടുത്ത് കയ്യാൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഉമ്മ വെച്ചോണ്ടിരിക്കുമ്പോഴത്തേനും ലക്ഷ്മിയമ്മ പതുക്കെ കണ്ണു തുറന്നു നോക്കി. സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. സേതു പറഞ്ഞു, എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് പറയായിരുന്നല്ലോ. ഒരു വാക്ക് പറയുമായിരുന്നെങ്കിൽ അമ്മയെ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോവായിരുന്നു. അമ്മയെ ഞാൻ പൊന്നു പോലെ നോക്കില്ലായിരുന്നു. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തേ? അമ്മയ്ക്ക് ആരും ഇല്ലാത്തവളല്ല ഈ ഞാനില്ലേ, മകനായിട്ട് ഞാനുള്ളപ്പം അമ്മ എന്തിനാ എത്ര വിഷമിച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു കരയുവാണ്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെ, അതിനുള്ള യോഗ്യത എനിക്കില്ല. കാരണം ആയ സമയത്ത് ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കിയില്ല സേതു. നിന്റെ തണലിൽ കഴിയാനുള്ള അവകാശമൊന്നും എനിക്കില്ല, യോഗ്യതയില്ല എന്ന് പറയണം. അങ്ങനൊന്നും പറയരുത്, എൻ്റെ അമ്മയല്ലേ, അപ്പം ഞാൻ അമ്മയെ കൈവിടുവോ എന്നൊക്കെ ചോദിച്ചോണ്ട് ആ കയ്യിലേക്ക് അങ്ങോട്ട് മുറുക്കെ പിടിച്ചിട്ട് സേതുവും കരയുവാണ്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഇത് കൊള്ളാം, രണ്ടുപേരും കൂടെ കരയാനായിട്ടാണോ സേതുവേട്ടൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് സേതുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ മനസ്സ് ഇപ്പോൾ ഒട്ടും വേദനിപ്പിക്കരുത്, പാവം നല്ല ടെൻഷനിലാണ്. എന്താണെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് പറയാണ്. പിന്നീട് അവർ രണ്ടുപേരും കയറി ഡോക്ടറെ കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപകടനിലയൊക്കെ തരണം ചെയ്തു, ഇനി പ്രശ്നമില്ല, ആൾ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായി. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം കിടക്കുന്ന, ലക്ഷ്മിയമ്മ എങ്ങോട്ട് പോവും? കാരണം ലക്ഷ്മിയമ്മ എവിടെ നിന്ന് ഇറക്കി വിട്ടാന്നുള്ള കാര്യം പിന്നീടാണ് മൂർത്തി പറയണത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോയിക്കോളാന്ന് പറയണ. അല്ലെ, എങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്? പൊന്നുമടത്തിലേക്ക് കൊണ്ടുപോകും. അത് അമ്മയുടെയും കൂടെ വീടായിരുന്നല്ലോ, അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോളാന്ന് പറയണ. ആ സമയം പല്ലവി പറഞ്ഞു, അതിന്റെ പൊന്നുമടത്തിലുള്ളവരോട് പറയണ്ടേ, നമ്മളങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ? അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നീട് സേതു എന്ത് ചെയ്തു, പൂർണ്ണിയമ്മയെ വിളിക്കുകയാണ്. പൂർണ്ണിയമ്മയെ വിളിച്ചിട്ട് ലക്ഷ്മിയമ്മയുടെ കണ്ടീഷനും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണി പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കണം. ആ സമയം സേതു പറഞ്ഞു, എനിക്ക് അമ്മയെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റില്ല, പൊന്നുമടത്തിലേക്ക് കൊണ്ടുവന്നാലോന്നാ ഞാൻ ആലോചിക്കണേ. ഒരു നിമിഷം പൂർണ്ണിമ അത് ഞെട്ടി. അല്ല സേതു, അത് പിന്നെ
അതെ, എനിക്ക് അമ്മയെ കളഞ്ഞിട്ട് പോരാൻ പറ്റില്ലല്ലോ പൂർണ്ണിമേ. അവിടെ വന്ന് അമ്മയ്ക്ക് ഇത്തിരി ഒരു ആരോഗ്യം വീണ്ടും കിട്ടുകയാണ്, കുഴപ്പമില്ല. ഇതിനിപ്പം 1-2 ദിവസത്തിനുള്ളിൽ അമ്മയ്ക്ക് എന്താണെങ്കിലും ഡിസ്ചാർജ് ചെയ്ത് വരാനായിട്ട് പറ്റുമായിരിക്കും. കുഴപ്പമില്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ആകുമായിരിക്കും. അപ്പം എനിക്ക് അങ്ങോട്ട് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. അല്ലാതെ വേറൊരിടത്തേക്കും എനിക്ക് അമ്മയെ ഇപ്പം തൽക്കാലത്തേക്ക് പറഞ്ഞുവിടാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ഇത് പിന്നീട് ഇന്ദ്രനും ഒക്കെ അറിയുവാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായി. ഇത്രയും കാലം താൻ കരുതിയിരുന്ന കാര്യമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചൊരു കളി കളിക്കണം. പിന്നീട് ഋതുവിനോട് പറഞ്ഞു, അതെ, സേതുവിന്റെ അമ്മയെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് സേതു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീയും നിന്റെ അമ്മയൊക്കെ ഇവിടുന്ന് ഔട്ടായിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കും ഋതു ചോദിച്ചു, ഔട്ടാവുന്നോ? നിയമപരമായിട്ട് ഇപ്പോഴും നിന്റെ അച്ഛന്റെ ഭാര്യ ആരാണെന്ന് അറിയാവോ? ഈ പറയുന്ന സേതുവിന്റെ അമ്മ ലക്ഷ്മിയാണ്. നിന്റെ അമ്മയ്ക്കൊന്നും ഇവിടെ ഒരു പ്രാധാന്യമില്ല, നിനക്കും ഒരു പ്രാധാന്യമില്ല. അവർ ഈ വീട് കയറി ഭരിച്ചിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എരിപൊരി കയറ്റി വിടുവാണ് ഋതുവിന്റെ മനസ്സിലേക്ക്. ഋതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ലേ തന്നെ അവൾക്ക് ആകെപ്പാട് ടെൻഷൻ കാര്യങ്ങളാ ഇന്ദ്രന്റെ കാര്യം ഓർത്തിട്ട്. അതിന്റെ ഇടയ്ക്കിലേക്കാണ് ഒരു പുതിയ പ്രശ്നം കൂടെ വന്നിരിക്കുന്നത്. പിന്നീട് ഇന്ദ്രൻ നേരെ പൂർണ്ണിമയെ കാണാനായിട്ട് ചെന്നു. അപ്പൊ പൂർണ്ണിമ അച്ഛൻ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്ദ്രൻ പറയണേ, അമ്മയോടുള്ള സ്നേഹം കൊണ്ട് പറയാ, ആ സേതുവിന്റെ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നിങ്ങളൊക്കെ ഈ വീട് വിട്ട് ഇറങ്ങി പോകേണ്ടതായിട്ട് വരും. ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആയിരിക്കും എന്ന് പറയാണ്. അത് കേട്ടപ്പോ പൂർണ്ണിമ പറഞ്ഞു, ഇന്ദിര അങ്ങനെ നീ പറയരുതെന്ന് പറയണ. അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുന്ന, അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഇവിടെ അധികാരം കൂടുതല്. പിന്നെ അമ്മയ്ക്കൊന്നും ഇവിടെ ഒരു പ്രാധാന്യം ഉണ്ടാകത്തില്ല. അമ്മയുടെ മക്കളെയും വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങേണ്ടതായിട്ട് വരും. ഇത്രയും കാലം അനുഭവിച്ചു വന്ന സ്വത്തുക്കളൊക്കെ അവർക്കാ. അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? അല്ലെങ്കിലും അമ്മയുടെ കഴുത്തിൽ നിയമപരമായിട്ട് താലി ആർത്തിയിട്ടുണ്ടോ ഈ പറയുന്നേ? മാധവ മേനോൻ ചോദിക്കുകയാണ്. ഒരു നിമിഷം അച്ചു ഋതുവൊക്കെ ഇങ്ങനെ ഞെട്ടലോട് കൂടിയിട്ട് പൂർണ്ണിമയെ നോക്കണം. പൂർണ്ണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇന്ദ്രൻ പറഞ്ഞു 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അല്ലമ്മേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വരുമോ? ഇന്ദ്രൻ പറഞ്ഞു, അതൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. വീട് വിട്ട് പോകേണ്ടതായിട്ട് വരും. പിന്നെ ഒരിടത്തും ഒരു ആശ്രയം ഉണ്ടാകത്തില്ല. അതൊക്കെ കേട്ടപ്പോൾ അച്ചുവിന് ഭയങ്കര ടെൻഷനായി. അങ്ങനെ മാക്സിമം എരിപൊരി കയറ്റി കൊടുത്തിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേ പോയി. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് അപകടം പിടിച്ച പണിയാന്ന് എനിക്ക് തോന്നുന്നേ. ആ ലക്ഷ്മി അമ്മയും കൊണ്ട് സേതുവേട്ടൻ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയണം. ഇവിടെ വന്നിട്ടുണ്ട് പ്രശ്നം ആയാലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. സേതുവേട്ടനെ ഇനി ആ ലക്ഷ്മി അമ്മയുടെ ഒപ്പം ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാശത്തിലോ എന്ന് എത്തുള്ളൂ. ആ സമയം പൂർണ്ണിമ പറഞ്ഞു, അതൊന്നും പറ്റില്ല. കാരണം സേതുവിന്റെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഇവിടെ അധികാരം അവകാശം. അല്ല, അപ്പൊ അമ്മ തീരുമാനിച്ചോന്ന് ചോദിക്കണം. പിന്നെ എന്ത് ചെയ്യണം? അവര് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എതിർക്കാൻ പറ്റില്ല, അറിയാലോ. അപ്പോഴേക്കും ഋതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഈ വീട് വിട്ട് പോകേണ്ട വരത്തില്ലേ അമ്മേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്താണെങ്കിലും ആദ്യം എന്താന്ന് നോക്കട്ടെ, അതിനുശേഷം ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ലക്ഷ്മി അമ്മയ്ക്ക് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ലക്ഷ്മി അമ്മ പഴയപടി ആ ഒരു ഊർജ്ജസ്വലതയിലേക്ക് വന്നില്ല. എപ്പോഴും വല്ലാത്തൊരു ഇരിപ്പ് തന്നെയാണ്. ആദ്യ ഒരു ദിവസം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ പല്ലവിക്കാണെങ്കിൽ പേപ്പർ വാല്യൂഷൻ ക്യാമ്പുണ്ട്, അതിന് പോവാതിരിക്കാനും പറ്റില്ല. പല്ലവി അങ്ങനെ ലക്ഷ്മിയമ്മയോട് പോയി പറഞ്ഞു, അതെ, എനിക്കിന്ന് പേപ്പർ വാല്യൂഷൻ ക്യാമ്പിന് പോവാതിരിക്കാൻ പറ്റില്ലമ്മേ, ഞാൻ പോയിട്ട് വരാം, സേതുവേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറയണം. അങ്ങനെ പല്ലവി സേതുവിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോയി. ആഹാരം കഴിക്കാനായിട്ട് കുറെ നിർബന്ധിച്ചിട്ടും ലക്ഷ്മിയമ്മ ആഹാരം കഴിക്കാനൊന്നും തയ്യാറായില്ല. ഈ സമയം ലക്ഷ്മിയമ്മയ്ക്ക് സേതു നിർബന്ധിച്ച് ആഹാരമൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ചൂട് കഞ്ഞി സ്പൂണിനകത്ത് കോരി കൊടുക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആ സമയം സേതു പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട അമ്മയെ, ഞാൻ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. അമ്മ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ ഇനി എവിടെ താമസിക്കുന്നോ അവിടെ ആയിരിക്കും അമ്മ എന്നോടൊപ്പം താമസിക്കണേ. അമ്മ അതിന് സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഒന്നുമല്ലേലും പൊന്നുമടത്തു മാധവമേനന്റെ ഭാര്യ ആയിരുന്നില്ലേ എന്റെ അമ്മയല്ലേ? അപ്പൊ എനിക്ക് എന്റെ അമ്മയെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ലക്ഷ്മി അമ്മയെ. പക്ഷെ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഈ സമയത്ത് മയൂരി വീട്ടിൽ ചെന്ന് ഭയങ്കര കോലാഹലം ഉണ്ടാക്കുന്നുണ്ട്. കാരണം മയൂരിക്ക് ഒട്ടും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലക്ഷ്മി അമ്മയുടെ കാര്യത്തില്. ഒരു വേള എങ്ങാനും സേതു താമസിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അതോടുകൂടി തീർന്നേനം. ലക്ഷ്മി അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാലും ലക്ഷ്മി അമ്മയുടെ ജീവൻ തന്നെ പോയേനം. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ മയൂരി എന്നിട്ട് വേണുവിനോട് ദേഷ്യപ്പെടുവാണ്. അച്ഛനും ഒറ്റ ഒരാൾ കാണും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അച്ഛൻ അമ്മയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നാലും അച്ഛൻ എങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്നു ചെയ്യാനായിട്ട്? അച്ഛൻ ഇത്ര ക്രൂരനായി പോവരുത്.
ആ സമയം വേണു പറഞ്ഞു, എന്നെ ധിക്കരിച്ച് ഇവിടുന്ന് നീ ഇറങ്ങിപ്പോയവളല്ലേ, അപ്പൊ നിനക്ക് നിന്റെ അമ്മ മതിയില്ലേ, ഞാൻ വേണ്ടല്ലേ? അങ്ങനെയല്ല അച്ഛാ, എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം. പക്ഷെ കൃത്യസമയത്ത് തന്നെ സേതുവേണ്ണും പല്ലവിച്ചും കണ്ടില്ലായിരുന്നെങ്കിലോ അമ്മ ഇന്ന് ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു. ഒന്നുമല്ലേലും ഇത്രയും കാലം അച്ഛന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞല്ലേ, അച്ഛന് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ അമ്മയോട് ഈ ക്രൂരത ചെയ്യാന്? അതൊക്കെ പറഞ്ഞോണ്ട് കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട് മയൂരി. അതിനുശേഷം മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ലക്ഷ്മി അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. സേതുവിൻ്റെ കൂടെ പോണോ, അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും? കാരണം താൻ അവിടെ നിന്ന് ഒരിക്കലും ഇറങ്ങിയതാണ്, ആ വീടിന്റെ പടി കടന്ന് പോന്നതാണ്. പിന്നീട് മാധവേട്ടൻ വേറെ കല്യാണം കഴിച്ച് കുറെ കാലം ജീവിച്ചു. ഇപ്പൊ വീണ്ടും ആ പടി കടന്ന് ചെല്ലുക എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ സേതുവിന് അങ്ങനെ ആയിരുന്നില്ല. തന്റെ പെറ്റമ്മയെ കിട്ടിയല്ലോ എന്നൊരു സന്തോഷമായിരുന്നു സേതുവിന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.